ഏറ്റവും അഫോർഡബിൾ ആയിട്ട് റിപ്പീറ്റ് ചെയ്യാൻ ഏതാണ് മാർഗം? തീർച്ചയായിട്ടും ഓൺലൈൻ ആണ് അതിനുള്ള സൊല്യൂഷൻ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡോപ്പ ഓൺലൈൻ ബാച്ച് അടിപൊളിയായിട്ട് റൺ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഓൺലൈൻ ബാച്ചിൽ നിന്ന് മികച്ച വിജയങ്ങൾ നമ്മൾ നേടിയെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുറേ പുതിയ മാറ്റങ്ങളുമായിട്ടാണ് 2025 നീറ്റിന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ റിപ്പീറ്റേഴ്സ് ബാച്ച് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് പൊസിഷനിൽ ഇരുന്നിട്ടായിരിക്കും നിങ്ങൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യും, എക്സാം എഴുതുകയും മെന്റർഷിപ്പ് കിട്ടുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ് ഓൺലൈൻ ബാച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയുന്നത്. അപ്പോൾ ഓൺലൈൻ റിപ്പീറ്റേഴ്സ് ബാച്ചിന്റെ ഒരു 1 ഇയർ സ്റ്റഡി പ്ലാൻ എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്കൊന്ന് കേട്ടു നോക്കിയാലോ. ഓൺലൈൻ ബാച്ച് ഓഫ്ലൈൻ ബാച്ചിന്റെ പാരലൽ ആയിട്ട് തന്നെയായിരിക്കും നടക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം നമുക്ക് ഓൺലൈനിൽ വേറൊരു ഷെഡ്യൂൾ, ഓഫ്ലൈനിൽ വേറൊരു ഷെഡ്യൂൾ എന്നുള്ള രൂപത്തിലല്ലായിരിക്കും പോകുന്നുണ്ടാവുക. ഓഫ്ലൈനിൽ പോകുന്ന അതേ രൂപത്തിൽ തന്നെയായിരിക്കും ഓൺലൈനിലും ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നുണ്ടാവുക. ഓരോ ആഴ്ചയിലും 3 മുതൽ 4 ചാപ്റ്ററുകൾ വീതമായിരിക്കും നമ്മൾ തീർക്കുന്നുണ്ടാവുക. നമ്മുടെ ആദ്യത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ജൂൺ 1 ഓൺവേർഡ്സ് ആയിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നുണ്ടാവുക. ഓരോ ആഴ്ചയിലും 3-4 ചാപ്റ്ററുകൾ വീതം ഒരു മാസത്തിൽ 12 മുതൽ 14 ചാപ്റ്ററുകൾ വരെ നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവും. കൃത്യം 26 ആഴ്ച കൊണ്ട് 6.5 മാസം കൊണ്ടാണ് നമ്മളുടെ മുഴുവൻ ഷെഡ്യൂളുകളും പഠിപ്പിച്ച് തീർക്കാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടാവുക. ഇനി അത് കഴിഞ്ഞതിന് ശേഷം വളരെ ഇന്റൻസീവ് ആയിട്ടുള്ള 3.5 മാസം നീണ്ടു നിൽക്കുന്ന റിവിഷന് ശേഷമായിരിക്കും 2025 മെയ് 4 നടക്കുന്ന നീറ്റ് എക്സാമിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക. ഏറ്റവും എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ ഓരോ മന്തിലേക്കുമുള്ള ചാപ്റ്ററിന്റെ ലിസ്റ്റുകൾ, ഫിസിക്സിൽ ഇത്ര ചാപ്റ്ററുകൾ, കെമിസ്ട്രിയിൽ ഇത്ര ചാപ്റ്ററുകൾ എന്നുള്ള നിലയിലായിരിക്കും നിങ്ങൾക്ക് തരുന്നുണ്ടാവുക. ഡോപ്പ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ ഏറ്റവും ബേസിക് മുതലാണ് ക്ലാസ്സുകൾ എടുത്ത് തുടങ്ങുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും പല സ്ഥലങ്ങളിലും ക്ലാസ് എടുക്കുമ്പോൾ അവസാനത്തെ ചാപ്റ്റർ ആദ്യം പഠിച്ച്, പിന്നെ നടുവിലത്തെ ചാപ്റ്റർ പഠിച്ച്, പിന്നെ ആദ്യത്തെ ചാപ്റ്റർ പഠിക്കുന്നത് പോലെയുണ്ട്. നമ്മൾ അത്തരത്തിലല്ല മുന്നോട്ട് പോകുന്നുണ്ടാവുക. നമ്മൾ ഏറ്റവും ആദ്യത്തെ ചാപ്റ്ററുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിസിക്സിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഏറ്റവും ബേസിക് ചാപ്റ്റർ ആയിരിക്കും നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അത് പഠിച്ച് അതിന്റെ ടെസ്റ്റ് എഴുതി അത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോവുക. ആൻഡ് അറ്റ് എ ടൈമിൽ 2 ചാപ്റ്ററോ 3 ചാപ്റ്ററോ പോകുന്ന തരത്തിലോ അല്ല പോകുന്നുണ്ടാവുക. നമ്മൾ ഒരു ചാപ്റ്റർ ആയിരിക്കും ഒരു സമയത്ത് എടുത്തു പോകുന്നുണ്ടാവുക. അതായത് ഫിസിക്സിന്റെ ഒരു ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് ആ ചാപ്റ്റർ മാത്രമായിരിക്കും നമ്മൾ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. ആ ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് ക്ലാസ്സുകൾ നമ്മൾ റെക്കോർഡഡ് വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് ആദ്യം നമുക്ക് തരുന്നുണ്ടാവും. ഡോപ്പ ആപ്പ് വഴിയിട്ടാണ് നമ്മുടെ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ തരുന്നുണ്ടാവുക. റെക്കോർഡഡ് ക്ലാസ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെവൽ 1 മുതൽ ലെവൽ 3 വരെയുള്ള എല്ലാ ലെവലിലുള്ള ചോദ്യങ്ങളും നമ്മൾ ആ ക്ലാസ്സുകളിൽ തന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ നിങ്ങൾ കൃത്യമായിട്ട് ക്ലാസ്സുകൾ കേൾക്കുക. നോട്ടുകൾ നമ്മൾ PDF രൂപത്തിൽ അവൈലബിൾ ആക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ സ്വന്തമായിട്ട് നോട്ടുകൾ എഴുതി പോകണം എന്നുള്ളതാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന രൂപം ഉണ്ടാവുക. സോ അത്തരത്തിൽ ക്ലാസ് കണ്ട് നോട്ട് എഴുതി മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ മെറ്റീരിയൽ ഉണ്ട്. നമ്മുടെ മെറ്റീരിയലിന്റെ PDF നമ്മൾ എല്ലാ ഓൺലൈൻ സ്റ്റുഡൻസിനും സൗജന്യമായിട്ട് തന്നെ അവൈലബിൾ ആക്കുന്നുണ്ടാവും ആപ്പ് മുഖാന്തരമായിട്ട്. ഇനി ഓഫ്ലൈൻ ആയിട്ട് പ്രിന്റഡ് ആയിട്ടുള്ള നമ്മുടെ മെറ്റീരിയൽ, ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കോഡ് ബ്ലൂ എന്ന് പറയുന്ന മെറ്റീരിയൽ. കോഡ് ബ്ലൂവിനകത്ത് ഇന്ത്യയിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഓരോ ചാപ്റ്ററിലെയും എല്ലാ ചോദ്യങ്ങളും ലെവൽ തിരിച്ചിട്ട് നമ്മൾ അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ ഈ കോഡ് ബ്ലൂ മെറ്റീരിയൽ പ്രിന്റഡ് വേണ്ട കുട്ടികൾക്ക് നമുക്ക് സെപ്പറേറ്റ് ഓർഡർ ചെയ്തെടുക്കാവുന്നതാണ്. ഈ മെറ്റീരിയൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. ഇത് അങ്ങനെ റെക്കോർഡ് ക്ലാസ് കണ്ട് മെറ്റീരിയൽ പ്രാക്ടീസ് ചെയ്തിരിക്കുന്ന കുട്ടിയുടെ മുന്നിലേക്ക് ലൈവ് ഡിസ്കഷൻ ആയിട്ട് നമ്മുടെ ഫാക്കൽറ്റീസ് വരുന്നുണ്ടാവും. സോ ഫാക്കൽറ്റീസ് വന്ന് ലൈവായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യും. ഓഫ്ലൈനിൽ എടുക്കുന്ന അതേ ഫാക്കൽറ്റി തന്നെയായിരിക്കും നിങ്ങൾക്ക് ഓൺലൈനിലും ഈ ലൈവ് ഡിസ്കഷന് വേണ്ടിയിട്ട് വരുന്നുണ്ടാവുക. സോ ഫാക്കൽറ്റി ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കും അതിന്റെ വീക്ക്ലി എക്സാം നടക്കുക. നമ്മുടെ എക്സാം പാറ്റേൺ എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്ക്ലി 2 എക്സാം ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. എല്ലാ മൺഡേയും എല്ലാ ഫ്രൈഡേയും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. വീട്ടിലിരുന്ന് പഠിക്കുന്ന കുട്ടികൾക്കും പാർഷ്യൽ ഡ്രോപ്പ് ചെയ്ത് പഠിക്കുന്ന കുട്ടികൾക്കും ഉപകരിക്കുന്ന തരത്തിൽ എക്സാമുകൾ ഈവനിങ് സമയത്തിലേക്കായിരിക്കും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. സോ കൃത്യമായിട്ട് ഇരുന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമുകൾ എഴുതുക. എക്സാം അനാലിസിസ് നിങ്ങൾ നിങ്ങളുടെ മെന്റർക്ക് സബ്മിറ്റ് ചെയ്യണം. കൃത്യമായിട്ട് എത്ര ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്തു, എത്ര ചോദ്യങ്ങൾ തെറ്റിപ്പോയി, ഓരോ ചോദ്യങ്ങളും തെറ്റിപ്പോകാനോ അല്ലെങ്കിൽ വിട്ടുകളയാനുള്ള റീസൺസ് എന്താണ് എന്നുള്ളതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസിന്റെ ഫോം നമ്മൾ നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവും. ആ സാധനം ഫില്ല് ചെയ്തിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ടാവുക. അതനുസരിച്ചിട്ട് നിങ്ങളുടെ ഇൻഡിവിജ്വൽ മെന്റർ, ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് ആയിരിക്കും, ഒരു ഡോക്ടർ ആയിരിക്കും നിങ്ങളുടെ മെന്റർ ആയിട്ടുണ്ടാവുക. സോ അവർ കൃത്യമായിട്ട് ഇത് എങ്ങനെ ഇംപ്രൂവ് ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവും. ഇനി ഓരോ ദിവസവും നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ ഡെയിലി ഷെഡ്യൂൾ എന്നുള്ള സാധനം കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് ഞാൻ അടക്കമുള്ള നമ്മുടെ ഡയറക്ടേഴ്സ് ആയിരിക്കും. എവറി ഡേ മോർണിംഗ് 8:45 നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി മെന്റർഷിപ്പ് മീറ്റിംഗ് നടക്കുന്നുണ്ടാവും. സോ ഡെയിലി മെന്റർഷിപ്പ് മീറ്റിംഗ് വഴിയിട്ട് കൃത്യമായിട്ട് എങ്ങനെ പഠിക്കണം, എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഓറിയന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. ആ ഷെഡ്യൂൾ അനുസരിച്ചിട്ടാണ് നിങ്ങൾ അന്നത്തെ പഠനം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. സോ ഒരു ദിവസം രാവിലെ എണീക്കുന്നത് മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങൾ കൃത്യമായി ഷെഡ്യൂൾ ചെയ്ത് തന്ന് അന്നത്തെ ഷെഡ്യൂൾ മാത്രം ഫോക്കസ് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ള കാര്യം. സോ എക്സാമിനെ പറ്റിയിട്ട്, വീക്ക്ലി എക്സാമിനെ പറ്റി ഞാൻ സൂചിപ്പിച്ചു. വീക്ക്ലി എക്സാമിന് പുറമെ മന്ത്ലി ഗ്രാൻഡ് എക്സാമുകൾ നമ്മൾ നടക്കുന്നുണ്ടാവും.
മന്ത്ലി ഗ്രാൻഡ് എക്സാമുകൾ എഴുതാൻ വേണ്ടിയിട്ട് കേരളത്തിലെ 14 ജില്ലയിലും നമുക്ക് സെന്റേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ടാവും. സോ മന്ത്ലി ഗ്രാൻഡ് എക്സാമുകൾ നിങ്ങൾക്ക് നമ്മളുടെ എക്സാം സെന്ററിൽ വന്നിട്ട് ഓഫ്ലൈൻ ആയിട്ട് എഴുതാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ഓഫ്ലൈൻ ആയിട്ട് എഴുതാൻ സാധിക്കാത്ത കുട്ടികൾക്ക് ഓൺലൈൻ ആയിട്ട് എഴുതാനുള്ള ഫെസിലിറ്റീസും അവൈലബിൾ ആക്കുന്നുണ്ടാവും. നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത് കഴിയുന്നതും ഗ്രാൻഡ് എക്സാമുകൾ ഓഫ്ലൈൻ ആയിട്ട് വന്നിട്ട് എഴുതാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ബാക്കി എല്ലാ ദിവസങ്ങളിലും ഓൺലൈനിൽ ഇരിക്കുന്ന നിങ്ങൾ ഈ ഒരു ഗ്രാൻഡ് എക്സാമിന് വേണ്ടി മാത്രം ട്രാവൽ ചെയ്ത് നമ്മുടെ എക്സാം സെന്ററിലെത്തി എക്സാം എഴുതിയതിനു ശേഷം നിങ്ങൾക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാവുന്നതായിരിക്കും. സോ അത്തരത്തിലാണ് നമ്മുടെ ഇനീഷ്യൽ 6.5 മാസത്തേക്കുള്ള ഷെഡ്യൂൾ പോകുന്നുണ്ടാവുക. വീക്ക്ലി 2 എക്സാം, മന്ത്ലി 2 ഗ്രാൻഡ് എക്സാമുകൾ എന്നുള്ള രൂപത്തിലേക്കായിരിക്കും നമ്മളെ കാര്യങ്ങൾ പോകുന്നുണ്ടാവുക. ഇനി ഇതിനൊക്കെ പുറമെ നിങ്ങൾക്ക് ലൈവ് ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടിയിട്ട് നമ്മളുടെ ഡൗട്ട് ക്ലിയറൻസിനുള്ള ഫാക്കൽറ്റീസും അവൈലബിൾ ആവും. എല്ലാ വീക്കിലും ഫിസിക്സിന് കെമിസ്ട്രിക്ക് 1-2 വീതം ആ വീക്കിൽ പോകുന്ന ചാപ്റ്ററിന്റെ ദൈർഘ്യവും അതിന്റെ കാഠിന്യവും അനുസരിച്ചിട്ട് ഡൗട്ട് ക്ലിയറൻസ് സെഷനുകൾ ഉണ്ടാവുന്നുണ്ടാവും. സോ നിങ്ങൾക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം തോന്നുന്ന ചോദ്യങ്ങൾ ഡയറക്ട്ലി ഫാക്കൽറ്റിക്ക് പോസ്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ അപ്പം തന്നെ ഫാക്കൽറ്റി ഇരുന്ന് സോൾവ് ചെയ്ത് തരുന്ന തരത്തിലായിരിക്കും നമ്മുടെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ടാവുക. ഡൗട്ട് ഉള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ആ സെഷൻസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. കഴിഞ്ഞ വർഷത്തിൽ നിന്നും ഈ വർഷത്തിലേക്ക് നമ്മൾ വരുത്തുന്ന പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഒന്ന് ഓഫ്ലൈൻ ആയിട്ട് പ്രിന്റഡ് ആയിട്ടുള്ള ബുക്ക് മെറ്റീരിയൽ നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നു. അതുപോലെ തന്നെ 14 ജില്ലകളിലും എക്സാം സെന്ററുകൾ വരുന്നു. ലൈവ് ഡൗട്ട് ക്ലിയറൻസ് സെഷനുകൾ നിങ്ങളുടെ ചാപ്റ്റർ റിക്വസ്റ്റ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് തരുന്നു എന്നുള്ളതായിരിക്കും സാധനങ്ങൾ ഉണ്ടാവുക. നിങ്ങളെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും നമ്മുടെ സൈഡിൽ നിന്ന് ഒരു അക്കാഡമിക് കോർഡിനേറ്റർ ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ മെഡിക്കോ മെന്ററിനെയും നമ്മൾ അസൈൻ ചെയ്യുന്നുണ്ടാവും. പോരാത്തതിന് നമ്മൾ ഡയറക്ടേഴ്സ് തന്നെ, എനിക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റും, നിങ്ങൾക്കുള്ള ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള മെന്റർ ഞാൻ തന്നെയായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഡയറക്ടേഴ്സ് ആയിട്ടുള്ള ബാക്കി ആളുകളായിരിക്കും, നമ്മളായിരിക്കും നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ അഫോർഡബിലിറ്റി ആയിരിക്കും. നമ്മളുടെ ടോട്ടൽ കോസ്റ്റിന് വിത്തൗട്ട് സ്കോളർഷിപ്പ് മൊത്തം കോസ്റ്റ് വരുന്നത് 15,000 റുപ്പീസ് ആയിരിക്കും. നിങ്ങളുടെ +2 സ്കോർ, നീറ്റ് സ്കോർ, അതുപോലെ തന്നെ ഡോക്ടർ സ്ക്രീനിങ് ടെസ്റ്റ് എന്നീ 3 ടെസ്റ്റുകളുടെ റിസൾട്ട് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള സ്കോളർഷിപ്പ് കൂടി കിട്ടുന്നുണ്ടാവും. സോ ആ ടെസ്റ്റുകൾ എഴുതി അതിനകത്ത് മാക്സിമം സ്കോറുകൾ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക് തികച്ചും സൗജന്യമായിട്ട് തന്നെ ഓൺലൈനിൽ പഠിക്കാനുള്ള അവസരം കൂടി നമ്മൾ ഒരുക്കുന്നുണ്ട്. സോ എന്തിനാണ് നിങ്ങൾ നോക്കി നിൽക്കുന്നത്? ഒരു അഫോർഡബിൾ ആയിട്ട് നമ്മുടെ കംഫർട്ട് സോണിൽ വീട്ടിലിരുന്നിട്ട് പഠിക്കാനാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന നമ്പർ 1 ഓപ്ഷൻ ഡോപ്പയുടെ ഓൺലൈൻ റിപ്പീറ്റേഴ്സ് ബാച്ച് ആണ്. അഡ്മിഷൻസ് ആരംഭിച്ചു. ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 1 തീയതി മുതലാണ്. ആ തുടക്കത്തിൽ നിങ്ങൾക്ക് ബേസിക് ലെസൺസ് ആയിരിക്കും എടുത്തു തരുന്നുണ്ടാവുക. സോ അത് മുതൽ നമുക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് പഠിച്ചു പോകാം. ഈ ഒരു വർഷം നമ്മുടെ കൂടെ ഇരുന്ന് നമ്മുടെ മെന്റർഷിപ്പിൽ പഠിച്ച് നീറ്റ് നേടാൻ താല്പര്യമുള്ള എല്ലാവരും ഇവിടെയുള്ള നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോ ഓൺലൈൻ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ നമുക്ക് ഡയറക്ട്ലി ജോയിൻ ചെയ്ത് മുന്നോട്ട് പോകാം.